ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹൈറിച്ചിനെ കുറിച്ച് തന്നെയാണ്. ഇന്ന് ഭയങ്കരമായ പിന്നെ അതിസന്തോഷകരമായ വളരെയധികം സന്തോഷകരമായ അയ്യൂബിന്റെ എല്ലാവർക്കും നന്ദി നന്ദി നന്ദി. നമ്മളെ വിമർശിച്ചവർക്കും നമ്മളെ കരിവാരി തേച്ചവർക്കും എല്ലാവർക്കും നന്ദി 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 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോയുടെ ഒറ്റ ഒരു കുറവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചു, എന്താണ് അയ്യൂബേ ഇങ്ങനെയൊന്നും വീഡിയോ ചെയ്യാത്തത്? പണ്ട് ദേവൻ രാമേന്ദ്ര സാറ് 10 ദിവസം നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ബില്ല് അടക്കാനും വാട്ടർ ചാർജ് അടക്കാനും ഒക്കെ 10 ദിവസത്തേക്ക് അക്കൗണ്ടുകൾ അൺഫ്രീസ് ചെയ്ത സമയത്ത് നന്ദി 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 എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നല്ലോ, അതുപോലെ ഒരു വീഡിയോ ഇട്ടൂടെ എന്ന് ചോദിച്ചു. അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രസവിച്ച് ആശുപത്രിയിലാണ്, അദ്ദേഹത്തിന് 3ാമതായി ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ട്, കൺഗ്രാജുലേഷൻസ്. അപ്പോൾ അതുകൊണ്ട് സാഹചര്യമില്ല. ഞാൻ ചോദിച്ചു, ഇന്ന് വലിയ ഡയലോഗൊക്കെ അടിക്കുന്നുണ്ടല്ലോ, ഇന്നത്തെ ലൈവായിട്ട് നമ്മുടെ ബി കൺസോളിൽ ഈ കോടതി നടപടികളൊക്കെ കേട്ടിരുന്നോ അയ്യൂബേ എന്ന് ചോദിച്ചു. ഇല്ല, കേട്ടില്ല, എനിക്ക് കേട്ടറിവ് മാത്രമേ ഉള്ളൂ, സ്റ്റേ കിട്ടി എന്നുള്ള കേട്ടറിവ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മുടെ ഇന്നത്തെ ആ സ്റ്റേയെ കുറിച്ചാണ്. എന്താണ് സ്റ്റേ? ഞാൻ വീണ്ടും പറയുന്നു, പണ്ട് 27/4/2024 ഇവരുടെ ആദ്യത്തെ ഫ്രീസിങ് പെർമനന്റ് ആക്കിയ സമയത്ത് വെറും 2 ദിവസം കൊണ്ട് ഇവരുടെ വക്കീലായ ഷാ വക്കീല് അപ്പീൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ വെറും 2 മാസത്തിൽ ഇവർക്ക് വിധിയും കിട്ടിയിട്ടുണ്ടായിരുന്നു, അല്ലേ? ജൂൺ മാസം 21 ഇവർക്ക് വിധിയും കിട്ടിയിട്ടുണ്ടായിരുന്നു. 2 മാസത്തിനിടയ്ക്ക് ഇവർക്ക് വിധിയും കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ 28/2/2025 സെഷൻസ് കോടതി വിധി ഉണ്ടായിട്ടും 20 ദിവസം, ഇന്ന് 18-ാം തീയതിയാണ്, 20 ദിവസം പിന്നിട്ടിരിക്കുന്നു. ഇവരെന്തുകൊണ്ട് ക്രിമിനൽ അപ്പീൽ, ഈ വിധിയെ ചാലഞ്ച് ചെയ്തുകൊണ്ട്, ഇതിലെ തെളിവുകളെ ചാലഞ്ച് ചെയ്തുകൊണ്ട്, ഇതിലെ നടപടിക്രമങ്ങളെ ചാലഞ്ച് ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് ക്രിമിനൽ അപ്പീൽ ഇവർ ഹാജരാക്കുന്നില്ല എന്നുള്ള ചോദ്യമാണ് ചോദിക്കാനുള്ളത്. ഇവരെന്താണ് ഹൈക്കോടതിയിൽ കൊടുക്കുന്നത്? റിട്ട് പെറ്റീഷൻ. ആരാണ്? ഹൈറിച്ച് അല്ല, ശ്രീധരന്റെ റിട്ട് പെറ്റീഷനാണ് ഇന്നലെ കോടതിയിൽ വരികയും അത് ഇന്നത്തേക്ക് മാറ്റിവെക്കുകയും ചെയ്തത്. എന്താണ് റിട്ട് പെറ്റീഷൻ? ആർട്ടിക്കിൾ 226 പ്രകാരം വിവേചനം നേരിടുന്നു, എൻ്റെ ഫണ്ടമെന്റൽസ് റൈറ്റിനെ ഹനിക്കുന്ന കാര്യങ്ങൾ സ്റ്റേറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ സമർപ്പിക്കാനുള്ള ഒരു കാര്യമാണ് റിട്ട് പെറ്റീഷൻ. എൻ്റെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, എനിക്ക് അപ്പീൽ പോകാനുള്ള അവകാശം നിഷേധിച്ചുകൊണ്ട് എനിക്ക് 2 മാസത്തിൽ അപ്പീൽ പോകാം. ഈ വിധിക്കെതിരെ, മണി ചെയിൻ ചെയ്ത കുറ്റത്തിനെതിരെ എനിക്ക് 2 മാസത്തിൽ 60 ദിവസത്തിന് അപ്പീൽ പോകാം. പക്ഷേങ്കിൽ സംസ്ഥാനം എനിക്കെതിരെ വിവേചനപരമായ നടപടികൾ ചെയ്യുന്നു. എൻ്റെ വീട് ഒഴിഞ്ഞു പോകണം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വത്ത് സർക്കാർ കൈക്കലാക്കിയിരിക്കുകയാണ്, ഇത് ലേലം ചെയ്ത് വിൽക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള നോട്ടീസ് പതിക്കുന്നു. ഇത് എനിക്കെതിരെയുള്ള വിവേചനമാണ്. മറ്റ് മണി ചെയിൻ തട്ടിപ്പുകാർക്ക് 60 ദിവസത്തെ സമയം കിട്ടുമ്പോൾ എനിക്കത് തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റിട്ട് പെറ്റീഷൻ സമർപ്പിക്കുകയാണ്. അപ്പോൾ ഇത് ജഡ്ജി ചോദിച്ചു, കോമ്പറ്റന്റ് അതോറിറ്റി പറഞ്ഞു ഇത് നിയമപരമായിട്ടുള്ള നടപടിയാണ്, പിന്നെ എത്രയും പെട്ടെന്ന് നിക്ഷേപകർക്ക് നഷ്ടപ്പെട്ട പണം തിരികെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നയപരമായ നടപടിക്രമങ്ങൾ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലാതെ ഇവരോട് നമുക്ക് യാതൊരുവിധ വ്യക്തിവൈരാഗ്യവും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ കോടതി ചോദിച്ചത്, ഇവര് അപ്പീലിന് പോകുമെന്ന് പറയുന്നു, ഇവർക്ക് പിന്നെ അപ്പീൽ പോയി കഴിഞ്ഞാൽ ഒരു 3 ആഴ്ച കൊണ്ട് ഇത് തീരുമാനമാകും, എന്നാലും 60 ദിവസം ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഈ ചെറിയൊരാവശ്യം, ജഡ്ജ് എങ്ങനെയാണ് പറഞ്ഞത്, ഇവരുടെ ചെറിയ പ്രയർ നിങ്ങൾക്ക് അംഗീകരിച്ചുകൂടെ എന്നാണ് ചോദിച്ചത്. ചെറിയൊരു പ്രയർ,
ഞങ്ങൾക്ക് അപ്പീലിന് പോകാൻ അനുവദിക്കണം. ഇതുപോലെ ഒരു സംഭവം നമ്മൾ കഴിഞ്ഞ ദിവസം സെഷൻസ് കോടതിയിൽ കണ്ടതാണ്. നമുക്ക് അപ്പീലിന് പോകാൻ അനുവദിക്കണം. നമ്മളെ ഇവരാരെയാണ് തടഞ്ഞു നിർത്തിക്കുന്നത്? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങളോട് അപ്പീലിന് പോകാൻ പാടില്ല എന്ന്? നമ്മൾ അപ്പീലിന് പോകാൻ അനുവദിക്കണം. വലിയ വലിയ പെരുന്നൊണയാണ് ഇവർ പറഞ്ഞത്. 30-ാം തീയതി ഉച്ചക്ക് 12 മണിക്ക് തന്നെ ഇവർ ഇതിൻ്റെ സർട്ടിഫൈഡ് കോപ്പി ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു. 30-ാം തീയതി ഉച്ചക്ക് 12 മണിക്ക് തന്നെ ഇവര് ഈ വിധി ന്യായം ഇങ്ക് സൈൻഡ് വിധിന്യായം ഹാജരാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇവർ ഇന്ന് കോടതി പറയുകയാണ്. ജഡ്ജി ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ അപ്പീലിന് പോകാത്തത് എന്ന് ചോദിച്ചു. പറഞ്ഞു, സാർ നമുക്ക് ഇന്നലെയാണ് സാർ നമുക്ക് അതിൻ്റെ വിധിന്യായം കിട്ടിയത്, പിന്നെ എങ്ങനെയാണ് സാർ പോവുക? അപ്പോൾ പറഞ്ഞു, നമ്മൾ 10 ദിവസം കൊണ്ട് പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 10 ദിവസം കൊണ്ട് അപ്പീലിന് സമർപ്പിക്കും. ക്രിമിനൽ അപ്പീൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ക്രിമിനൽ അപ്പീൽ അത് സമർപ്പിക്കൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അത് സമർപ്പിക്കാനുള്ള സമയം അനുവദിച്ചുകൊണ്ട് 3 ആഴ്ചത്തേക്ക് ഇവരുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിടരുത്, ലേല നടപടികൾ ചെയ്യരുത്, അത് പ്രവൃത്തിയിൽ കൊണ്ടുവരരുത് എന്നാണ് പറഞ്ഞത്. അത് പ്രവൃത്തിയിൽ കൊണ്ടുവരരുത് എന്നുള്ള കാര്യം പറഞ്ഞിട്ടാണ് ഇവർ കെട്ടിഘോഷിക്കുന്ന സെഷൻസ് കോടതിയുടെ വിധി സ്റ്റേ ചെയ്തു, നമുക്ക് പൂളിംഗം നാളെ മുതൽ എന്ന് പറഞ്ഞ് തുള്ളിച്ചാടുന്നത്. എന്തിന് വേണം? എന്തിനാണ് ഇവരിങ്ങനെ പറ്റിക്കുന്നത്? നമ്മളറിയില്ലേ, കഴിഞ്ഞ ഫെബ്രുവരി 1-ാം തീയതിയാണെന്ന് തോന്നുന്നു, ഒരു തലയിൽ മുടിയില്ലാത്ത ഒരുത്തം വന്നിട്ട് പറയുകയാണ്, വെറും 2 മാസം കൊണ്ട് നമ്മൾ ഈ കമ്പനി തിരിച്ചു കൊണ്ടുവരും, അല്ലെങ്കിൽ ഞാൻ പൈസ തരുന്നൊക്കെയാണ് പറയും. ഞാൻ പൈസ തരുന്ന പറഞ്ഞത്. എനിക്ക് ആരെയും പേടിയില്ല, മറ്റുള്ളവർക്കൊക്കെ പേടിയുണ്ടാവും, ഞാൻ പൈസ തരുന്നതാണ് പറഞ്ഞത്. നിങ്ങൾ ഓർക്കേണ്ടത്, 2 മാസം കഴിഞ്ഞാൽ ഫെബ്രുവരി 1 നിന്ന് 2 മാസം കഴിഞ്ഞാൽ അത് ഏപ്രിൽ 1 നിങ്ങളെ ഏപ്രിൽ ഫൂളാക്കിയായിരുന്നു ആ ഫൂള്. അതുകൊണ്ട് ആരും തന്നെ മുസ്തഫയുടെ വീട്ടിലൊന്നും പോകണ്ട. മുസ്തഫ മുൻകൂട്ടി ഈ പൂളിംഗം കാത്തിരിക്കുന്നവരെ പൂളാക്കുകയായിരുന്നു എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോഴേ മനസ്സിലാക്കുക. ആരെങ്കിലും ഏപ്രിൽ 1 മുസ്തഫയുടെ വീട്ടിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട പണത്തിന് ചോദിക്കാൻ തയ്യാറായിരിക്കുന്നുണ്ടെങ്കിൽ അതൊരു ഏപ്രിൽ ഫൂളായിരുന്നു എന്ന് മനസ്സിലാക്കുക. എവിടെ ആഴ്ചക്ക് 2 ദിവസം കൂടുമ്പോൾ സൂം മീറ്റിംഗ് എവിടെ? എന്തുകൊണ്ട്, ഒരിക്കൽ കൂടി ചോദിക്കുന്നു, എന്തുകൊണ്ട് ക്രിമിനൽ അപ്പീൽ ഫയൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഈ ചെറിയൊരു പ്രയർ നിങ്ങൾക്ക് അനുവദിച്ചുകൂടി എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്നിട്ട് വിധിന്യായത്തിൽ പ്രത്യേകം പറഞ്ഞു, ഇവരുടെ മാത്രം സ്വത്തുക്കൾ ലേലം ചെയ്യുന്നത് മാത്രമാണ് താൽക്കാലികമായിട്ട് 3 ആഴ്ചത്തേക്ക് മാറ്റിവെക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു, അല്ലല്ല നമ്മൾ അതങ്ങനെ പറയരുത് സാർ, ഇവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും ജയിലിലാണ്, ഇവർ മാത്രമാണ് ഉള്ളത്. അദ്ദേഹം പറഞ്ഞു, ഇവരും കൂടി ഉൾപ്പെടുന്ന സ്വത്തുക്കൾ 3 ആഴ്ചത്തേക്ക് ലേലം ചെയ്യരുത് എന്നുള്ള രീതിയിലാക്കി മാറ്റിയത്. അപ്പോൾ ഇതാണ് ഇന്ന് സംഭവിച്ചത്. ഇതിലെന്താണ്? 60 ദിവസം കഴിഞ്ഞാലേ നിങ്ങളുടെ സ്വത്തുക്കൾ മറ്റുള്ളവർക്ക് വീതം വെക്കുകയുള്ളൂ, വിൽപ്പന നടത്തുകയുള്ളൂ. അതിന് മുന്നേ ഉള്ള പേപ്പർ നടപടികൾ മാത്രമാണ് ഇപ്പോൾ ചെയ്തു വരുന്നത്. അത് തൃശ്ശൂർ കളക്ടറേറ്റിന് പ്രത്യേകം സല്യൂട്ട് പറയുന്നു. നിക്ഷേപകർ 2000-ത്തിലധികം പരാതികളാണ് തൃശ്ശൂർ കളക്ടറേറ്റിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സെക്ഷൻ സിയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് 2000-ത്തിലധികം പരാതികളാണ്. FIR 60 മാത്രമേ ഉള്ളൂ. പക്ഷേങ്കിൽ നിരവധി പേര് നമുക്ക് പണം പോയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവരുടെ പ്രൂഫുകൾ ഹാജരാക്കിയിട്ടുണ്ട്. ഇപ്പോഴും ഭാര്യയെയും മൊയ്തീനെയും മുസ്തഫയെയും മറ്റ് തുടങ്ങിയ ആൾക്കാരെ വിശ്വസിക്കുന്നവർക്ക് അവരുടെ പണം പോകുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇതുപോലെയുള്ള കേസ് നടത്തി ചിലർ അമിതമായ ലാഭമുണ്ടാക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത്ര മാത്രമേ പറയാനുള്ളൂ. വേറെ എന്ത് പറയാനാണ്? ഇനി നമുക്ക് നമ്മുടെ സഖാവ് മൊയ്തീനെ കുറിച്ചും ഒക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ പറയാം. ബൈ.